അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ട്, അതിൽ 13ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പെടുത്ത ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. ചാനലിൽ പോയതിന് ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ പ്ലേലിസ്റ്റിൽ തന്നെ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അതുപോലെ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. കൂട്ടുകാർ ഈ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. അദ്ദർസു സാലിസ് അഷർ, 13ാമത്തെ പാഠം അദ്ഹാവ അമർ. ഈ പാഠത്തിൻ്റെ അവസാനം നമുക്കൊരു ബോക്സ് ഉണ്ട്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസ്സാഅത്തു അദ്ഹാവ അമർ, അർത്ഥം അന്ത്യനാൾ അതിഭീകരമാണ്. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കണം. അദ്ഹാവ അമർ, അതിഭീകരമാണ്. അർറിജാൽ, പുരുഷന്മാർ. അന്നിസാ, സ്ത്രീകൾ. മീസാനുൻ, നന്മത്തിന്മകൾ തൂക്കുന്ന ത്രാസ്. കിതാബുൻ, നന്മത്തിന്മകൾ എഴുതുന്ന കിതാബ്. സിറാത്തുൻ, നരകത്തിന് മുകളിലുള്ള പാലം. മുഅ്മിനുൻ, സത്യവിശ്വാസി. മുനാഫിഖുൻ, കപടവിശ്വാസി. അമലുൻ, കർമ്മം. ഹിസാബുൻ, വിചാരണ. അടുത്തത് പാദരക്ഷ, അതായത് ചെരിപ്പ്, ഷൂ മുതലായവ. കപടവിശ്വാസി, മനസ്സിൽ വിശ്വാസമില്ലാതെ വിശ്വാസിയാണെന്ന് നടിക്കുന്നവൻ. ഇനി അടുത്തത് നംല ഉൽ ഫറാഅ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് പൂരിപ്പിക്കാം. 1. അമ്പിയാക്കൾ ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹിസാബ്. അമ്പിയാക്കൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. 2. ചിലർ മിന്നൽ വേഗതയിൽ ഡാഷ് കടന്നു പോകും. അവിടെ പൂരിപ്പിക്കേണ്ടത് സിറാത്ത്. ചിലർ മിന്നൽ വേഗതയിൽ സിറാത്ത് കടന്നു പോകും. അടുത്ത പേജ് നോക്കൂ. 3ാമത്തത് വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ ഡാഷിൽ തൂക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് മീസാനിൽ. വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ മീസാനിൽ തൂക്കും. 4. മുനാഫിക്കുകൾ ഡാഷ് വിചാരണ ചെയ്യും. അവിടെ പൂരിപ്പിക്കേണ്ടത് ശക്തമായി. മുനാഫിക്കുകൾ ശക്തമായി വിചാരണ ചെയ്യും. 5. നന്മകൾ ഡാഷ് സിറാത്ത് കടന്ന് സ്വർഗത്തിൽ കടക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻതൂക്കമായവർ. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ കടക്കും. ഇനി അടുത്തത് നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ഇത് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു?
എപ്പോൾ പറഞ്ഞു, ആ സന്ദർഭം വ്യക്തമാക്കണം. വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ചു കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അന്ന് അതിഭയങ്കരമായ ദിനമാണ്. ആരും പരസ്പരം നോക്കുകയില്ല. അല്ലാഹു അങ്ങേയറ്റം കോപിക്കുന്ന ദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. രണ്ടാമത്തത്, ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേ? വല്ലപ്പോഴും തെറ്റുവന്നു പോയ വിശ്വാസിയോട് അല്ലാഹു ചോദിക്കും. അതെ, ചെയ്ത ദോഷങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അവർ സമ്മതിക്കും. അപ്പോൾ അവൻ പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹു പറയും, ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചുവെച്ചു. ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ രണ്ട് സന്ദർഭം മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ. നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അപ്പം നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ആളുകൾ എങ്ങനെയാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത്? ഉത്തരം, വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ. അടുത്ത പേജ് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, കിതാബ് വലത് കൈയിൽ കിട്ടുന്നത് ആർക്ക്? ഉത്തരം, വല്ലപ്പോഴും തെറ്റുവന്നു പോയ വിശ്വാസി ചെയ്ത ദോഷങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കും. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും അവൻ്റെ വലത് കൈയിൽ കിതാബ് നൽകുകയും ചെയ്യും. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഹിസാബില്ലാതെ, അതായത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഉത്തരം, അമ്പിയാക്കളും അല്ലാഹു പ്രത്യേകം ആദരിച്ചവരും. നാലാമത്തെ ചോദ്യം, സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്നത് ആരാണ്? ഉത്തരം, ചിലർ മിന്നൽ വേഗതയിൽ കടന്നു പോകും, ചിലർ കാറ്റിൻ്റെ വേഗതയിൽ, ചിലർ കുതിരയുടെ വേഗതയിൽ, ചിലർ ഓടുന്ന വേഗതയിൽ, ചിലർ നടക്കുന്ന വേഗതയിൽ. മുട്ടിലിഴഞ്ഞുവരെ ചിലർ സിറാത്തിലൂടെ കടന്നു പോകും. ചിലർ അതിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. കുറ്റം ചെയ്തവരായിരിക്കും അവർ. അടുത്തത് നുഇദ്ദു ഫിക്റ, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. മഹ്ശറിന്റെ ഭയാനകത എന്നതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഖിയാമത്ത് നാളിന് ശേഷം വീണ്ടും സൂരിൽ ഊതപ്പെടും. അന്ന് എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും. മഹ്ശറയിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്നു. വിചാരണക്കായി മനുഷ്യരെ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ആളുകൾ കുറ്റത്തിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കും. വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ മഹ്ശറിൽ ഒരുമിച്ചു കൂടും. അതിഭയങ്കരമായ ദിനം. ആരും പരസ്പരം നോക്കുകയില്ല. അല്ലാഹു അങ്ങേയറ്റം കോപിക്കുന്ന ദിവസം. ദീർഘനേരം ആ നിൽപ്പ് തുടരും. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി ജ്വലിക്കുന്നു. ആർക്കും ആരുടെയും സഹായം ഉണ്ടാവുകയില്ല. വല്ലപ്പോഴും തെറ്റ് ചെയ്ത വിശ്വാസിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അവിശ്വാസികളും കപടവിശ്വാസികളും ശക്തമായി വിചാരണ ചെയ്യപ്പെടും. അവർ രക്ഷപ്പെടുകയില്ല. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. നന്മ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.